സർക്കിട്ട്, റൈറ്റർ ഡയറക്ടർ തമാർ KV. തമറിൻ്റെ മുമ്പിലത്തെ സിനിമ 1001 നുണകൾ എന്ന് പറഞ്ഞ സോണി ലിവിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി 1001 നുണകൾ എന്ന് പറയുന്നത്. സ്റ്റാറിംഗ് ആസിഫ് അലി, ദിവ്യപ്രഭ, ഓർഹാൻ, രമ്യ സുരേഷ്, ദീപക് പറമ്പോൾ, അങ്ങനെ ഒരു ചെറിയ ഒരു സ്റ്റാർ കാസ്റ്റോട് വന്നിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ആക്ച്വലി സർക്കിട്ട് എന്ന് പറയുന്നത്. ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് സർക്കിട്ട്. സോ ദുബായിൽ ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ദുബായിലൊരു ജോലിയായിട്ട് പോകുന്ന ആൾക്കാർ, വിസിറ്റിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ സംഭവിക്കുന്നതും അതിൻ്റെ ഒരു വേഴ്സ്റ്റ് കേസ് സിനാറിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അത് ഭയങ്കര രസമുള്ള രീതിയിൽ പറയാനും അറ്റ് ദ സെയിം ടൈം നമുക്കൊരു തരത്തിലൊരു ഇമോഷണൽ കണക്ട് കിട്ടുന്ന രീതിയിൽ പറയാനും വേണ്ടിയിട്ട് ആക്ച്വലി തമാറിന് ഇതിൻ്റെ അകത്ത് പറ്റിയിട്ടുണ്ട്. അതിന് മെയിൻ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ ലൊക്കേഷൻ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ വന്നിട്ട് ആസിഫ് അലിയുടെ ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ള ആക്ടിങ്ങും അതിന് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. സോ ആസിഫ് അലിക്ക് പുറമെ ദിവ്യപ്രഭയും അതുപോലെ തന്നെ ദീപക് പറമ്പോളും വലിയ മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഓർഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഈ കുട്ടിയാണ് ആക്ച്വലി ഇതിൻ്റെ അകത്തുള്ള മെയിൻ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ പെർസ്പെക്റ്റീവിലാണ് ആക്ച്വലി ഈ സിനിമ പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഒരു മെയിൻ ക്യാരക്ടർ, ആ ക്യാരക്ടർ എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും ആക്ച്വലി ഈ സിനിമയുടെ ഫെയ്ത്ത് എന്താണ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഓർഹാൻ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്, കാണുന്നവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ക്യാരക്ടർ. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ഒരു ഇമോഷണൽ കണക്റ്റും ഈ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നണം. അപ്പോൾ മാത്രമാണ് ഈ സിനിമ കണക്റ്റ് ആവും. അത് ആ കുട്ടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള പോലെ ഫീൽ ചെയ്തു. പല സ്ഥലത്തും വന്നിട്ട് ആ ഒരു ഇമോഷണൽ കണക്ട് വളരെ നന്നായിട്ട് നമുക്ക് റിവീൽ ചെയ്യാനും പറ്റും. ആ കുട്ടിയുടെ അവസ്ഥ നല്ല രീതിയിൽ വന്നിട്ട് പോർട്രേ ചെയ്യാൻ ആക്ച്വലി തമാറിനും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പോർട്രേ ചെയ്യാനും തമാറിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദിവ്യപ്രഭ വളരെ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ദീപക് പറമ്പോളും നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫർ ഐസ്, അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സംഗീത് പ്രതാപാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സിനിമയാണ്, 2 മണിക്കൂർ 5 മിനിറ്റോ 10 മിനിറ്റ് അങ്ങനെയുള്ള ചെറിയൊരു സിനിമയാണ്. പക്ഷെ ആ സിനിമ ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈം ഫ്രെയിമിൽ വളരെ നല്ല ഇമോഷണൽ കണക്ട് കൊണ്ടുവന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ UAE പോയിട്ട് ഒരു ജോലി കിട്ടാതാകുമ്പോൾ ആ ഒരു സ്ട്രഗിളും അറ്റ് ദ സെയിം ടൈം വന്നിട്ട് അങ്ങനെ നമുക്ക് ആ സ്ട്രഗിളിലേക്ക് കൂടി നമ്മൾ ആക്ച്വലി കണ്ടുമുട്ടുന്ന ആൾക്കാരും അവർ തരുന്ന ഹെൽപ്പും അതിൻ്റെ റിജക്ഷനും എന്താ പറയുക, ചെറിയ ജോലികളും നമ്മുടെ ആ സ്ട്രഗിൾ ഭയങ്കരമായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര സട്ടിലായിട്ടാണ്. ഒരു എക്സ്ട്രീമിസം പോലെ കാണിക്കാതെ ഒരു സട്ടിലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി ആ സിനിമയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോമാറ്റിൽ തന്നെ ഈ ഒരു സ്ട്രഗിളും കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ആസിഫ് അലിയും അതുപോലെ തന്നെ ഓർഹാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് സ്ലോലി ബിൽഡ് ചെയ്ത് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ഒരു ഫീൽ ഗുഡ് ആവുന്ന സമയത്ത് ആ സിനിമക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പേസ് ഉണ്ടാവും. ആ പേസ് കാണാൻ ആഗ്രഹമുള്ള ആ പേസിനോട് ചേർന്ന് ആ സിനിമ കാണാൻ താല്പര്യമുള്ളവർക്കായിരിക്കും ഈ സിനിമ കൂടുതലായിട്ട് കണക്ട് ആവുക. അറ്റ് ദ സെയിം ടൈം ആ ഒരു പെർട്ടിക്കുലർ റീജിയൻ്റെ കഥ പറയുന്ന സമയത്ത് ആ റീജിയൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ റൂട്ടിലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കുറച്ചും കൂടി അറിയുന്ന ആൾക്കാർ കുറച്ചും കൂടി അത് ഈ സിനിമ കണക്ട് ആവുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എല്ലാത്തവർക്കും വന്നിട്ട് നമുക്ക് ആ ഒരു സ്ട്രഗിളോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട്, അതായത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആസിഫ് അലി വളരെ നന്നായിട്ട് ചെയ്യുന്നത്. ഇമോഷണൽ സീൻസ് ഒക്കെ വന്നിട്ട് ആസിഫ് അലി അറിയാലോ ഏത് ലെവലിലാണ് പുള്ളിക്കാരൻ ചെയ്യുക എന്നുള്ളത്. അത് വളരെ നല്ല രീതിയിൽ പല സ്ഥലത്തും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷൻ്റെ പ്രശ്നമാണ്. ഇമോഷണൽ കണക്ട് ആർക്കാണോ കിട്ടുന്നത് അവർക്ക് വന്നിട്ട് ഈ പടം നന്നായിട്ട് വർക്കൗട്ട് ആവും. എനിക്ക് പേഴ്സണലി ചോദിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് വന്നിട്ട് ഇനീഷ്യലി വന്നിട്ട് കുറച്ചൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഇമോഷൻ സ്ലോലി ബിൽഡാണ് ആക്ച്വലി സിനിമേൻ്റെ അകത്ത്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഈ റാസൽ ഖൈമ ഭാഗത്താണ് മോസ്റ്റ്ലി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭംഗിയും അതൊക്കെ വളരെ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി തമാറിന് പറ്റിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നമുക്കൊരു ഇമോഷണൽ ഫീലിൽ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിട്ടാണ് ആക്ച്വലി സർക്കിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ബോണ്ട്, അതായത് അത് പറയുന്ന കഥയും ആ കുട്ടിയുടെ അവസ്ഥയും അറ്റ് ദ സെയിം ടൈം ആ കുട്ടിക്ക് ഉണ്ടാവുന്ന എന്താ പറയുക ഒരു മെൻ്റൽ ആയിട്ടുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ആക്ച്വലി ഈ സിനിമേൻ്റെ അകത്ത് പറയുന്നുണ്ട്. സോ അതാണ് സർക്കിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. സർക്കിട്ട് ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി 1 ടൈം കാണാൻ പറ്റുന്ന സിനിമയായിട്ടാണ്
സർക്കിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് സർക്കിട്ട് ഇൻ തിയേറ്റേഴ്സ്.